അപ്പോൾ ടോപ്പ് ലൈറ്റ് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാതെ ഗൈസ്. അപ്പോൾ നമ്മളെ കാരിയർ റിമൂവ് ചെയ്തിട്ടുണ്ടോ കേട്ടോ ഇത് ഇരുന്ന അത് പോയപ്പോൾ തന്നെ വണ്ടിയുടെ ബേക്ക് ലുക്ക് നോക്കിയേ ഗൈസ്. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു എക്സ്റ്റൻഷൻ ഈ നമ്മളെ ഈ ടോപ്പ് ലൈറ്റ് ഇല്ലേ, ടോപ്പ് ലൈറ്റിൻ്റെ ഈ ക്ലാമ്പിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വെച്ചിട്ട് നമ്മളെ ബാഷ് പ്ലേറ്റിൻ്റെ കാര്യം ചോദിച്ചായിരുന്നു. ബാഷ് പ്ലേറ്റിൽ ലൂവിയർ തന്നെയാണ്, കാരണം രണ്ടും ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ്. ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ബൈക്കിൽ നമ്മളെ ടൂറ്റിനത്തെ ഫുൾ ചെളിയും കാര്യങ്ങളൊക്കെ ആയി. വണ്ടിയുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടാണ് നമ്മളെ സസ്പെൻഷനെ പറ്റിയൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ വണ്ടിയിൽ മോഡ്സും കാര്യങ്ങളും തീർന്നിട്ടില്ല, ഇനിയും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വണ്ടിയിൽ ചെയ്യാനായിട്ട് ഒരു കിഡിലെ അപ്ഡേറ്റ് കൊണ്ടുവരാനായിട്ട് പോകണം. എന്തെങ്കിലും ഒരു ഗസ് ഉണ്ടോ? പെട്ടിയിൽ നമ്മളെ സാധനം ഇരിപ്പുണ്ട്. എന്തെങ്കിലും ഗസ് ഉണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്ന മുമ്പ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. നമ്മൾ ഓൾറെഡി ഇവിടെ ക്രാഷ് കാർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതാണ്. അത് ജസ്റ്റ് റിമൂവ് ആക്കിയത് തന്നെ ഫ്രണ്ട് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുണ്ട്. എന്തായാലും തൽക്കാലം നമുക്ക് ഈ ഒരു സംഭവത്തിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. മറ്റത് വയ്ക്കണമെങ്കിൽ വയ്ക്കാം, പക്ഷേ നമ്മളെ കിറ്റി അത്രത്തോളം പ്രൊട്ടക്റ്റ് ആവില്ലേന്ന് അത് വീണ് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. പക്ഷേ ഈ ഒരു സാധനം, ഈ ഒരു സ്ലൈഡർ, ഈ ഒരു ക്രാഷ് കാർഡ് അത്യാവശ്യം നല്ല സ്ട്രോങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മളെ വണ്ടിയിൽ ചെയ്യാനായിട്ട് പോകുന്ന ഒരു ടൂറിങ് അല്ലെങ്കിൽ ഒരു ടൂറിങ് ക്യാപ്പബിളൊക്കെ ആയിട്ടുള്ളൊരു മോഡിഫിക്കേഷനാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാഡിൽ സ്റ്റേ ഒരെണ്ണം സെറ്റ് ചെയ്യാനായിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ കുറേ നാളുകൊണ്ട് വിചാരിക്കുകയാണ് നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട്. ഈ ഒരു കാരിയർ അത്യാവശ്യം പൊളിയായിട്ട് ക്യാരി ചെയ്യാം, എങ്കിലും ഒരു സാഡിൽ സ്റ്റേ സെറ്റ് ചെയ്യണം കുറേ നാളത്തെ ആഗ്രഹമാണ്. അപ്പോൾ എന്തായാലും ഒരു സാഡിൽ സ്റ്റേ നല്ലൊരു ഓഫറിന് നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിനകത്ത് നമ്മളെ സാധനം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓൾറെഡി ഞാൻ ഒന്ന് അൺബോക്സ് ചെയ്തായിരുന്നു കേട്ടോ. എല്ലാമൊന്നും പൊട്ടിച്ച് നോക്കിയില്ല. അപ്പോൾ ഓരോന്ന് എടുക്കാം. ഫുള്ളി പാക്കഡാണ്. യെസ്. അപ്പോൾ സാഡിൽ സ്റ്റേ ഫ്രം ലൂവിയ. സംഭവം ലൂവിയയുടെ സാധനം എന്ന് വെച്ചാൽ പക്ക ക്വാളിറ്റിയാണ് കേട്ടോ, ഒന്നും പറയില്ല. ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഈ ഒരു ബാഷ് പ്ലേറ്റൊക്കെ ഉണ്ടല്ലോ, മാരക ക്വാളിറ്റിയാണ്. ഇതൊക്കെ ഞാൻ പാറക്കകത്ത് കയറ്റി ഇടിച്ച് പൊട്ടിച്ചിട്ട് അത് പൊട്ടിയിട്ട് പോലും ഇല്ല, ചെറിയ നണിക്ക് വീണിട്ടേ ഉള്ളൂ. ക്വാളിറ്റി വൈസ് ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. നിങ്ങൾക്ക് പണ്ട് തൊട്ടേ ടൂറിങ്ങൊക്കെ ചെയ്യുന്നവർക്ക് അറിയാം. നല്ല അടിപൊളി ബ്രാൻഡാണ് കേട്ടോ നമ്മളെ ലൂവിയ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ കുറേ സംഭവങ്ങൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് എനിക്കൊരു പിടുത്തമില്ല. ഇനിയിപ്പോൾ എന്തായാലും വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് കൂടെ പറഞ്ഞു തരാം. കാരണം ഇതിനകത്ത് നമ്മളെ സാഡിൽ സ്റ്റേ രണ്ട് സൈഡ് ഇതും അതാണെന്ന് തോന്നുന്നത് കേട്ടോ. ഇത് നമ്മളെ ടോപ്പ് ലൈറ്റ് ആണ് അത്യാവശ്യം. അപ്പോൾ ടോപ്പ് ലൈറ്റ് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാതെ അത്യാവശ്യം നല്ല അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ. ബേക്കിൽ വരുന്ന ആ ഒരു ക്യാരിയറാണ്. ലൂവിയയുടെ ബാഡ്ജിങ്ങും അതിൻ്റെ എംബ്ലോവും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ പക്ക ക്വാളിറ്റി കേട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മളെ സാഡിൽ സ്റ്റേയിലെ ക്വാളിറ്റി ആയാലും അതുപോലെ ബാഷ് പ്ലേറ്റിൻ്റെ ക്വാളിറ്റി ആയാലും ഒരു രക്ഷയില്ല. നമ്മളെ ഈ ലേസർ കട്ടിങ്ങും ബാഡ്ജിങ്ങും കണ്ട പക്ക പ്രീമിയം ക്വാളിറ്റിയിലാണ് രണ്ട് സാധനം വന്നിട്ടുള്ളത്, പൗഡർ കോട്ടിങ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി സാധനങ്ങളെ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാവേ കാണാൻ പറ്റുന്ന. അപ്പോൾ നമ്മൾ രണ്ട് സാഡിൽ സ്റ്റേയും ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. ഓക്കെ, രണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ ടോപ്പ് റാക്കാനാട്ടോ. നമ്മളെ ബൈക്കിൽ വരുന്ന ഇങ്ങനെ ഒരു സംഭവം ഈ ഒരു സംഭവത്തിലാണ്. ഇതിലെല്ലാം ഇത് വയ്ക്കാനായിട്ടുള്ള സ്റ്റേയും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്ന രണ്ടെണ്ണം. നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഇത്രയും ഹൈറ്റിൽ വയ്ക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള രണ്ട് റോഡാണ് കേട്ടോ ഈ കാണുന്നത്. അതേപോലെ തന്നെ ഇത് നമ്മളെ ഫുഡ് റെസ്റ്റ് സൈഡ് പിടിപ്പിക്കാനായിട്ടുള്ളതും ഇത് നമ്മളെ ഈ രണ്ട് സാഡിൽ സ്റ്റേയും തമ്മിൽ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റോഡുമാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് അല്ലാതെ രണ്ട് ക്ലാമ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെ സാഡിൽ സ്റ്റേ നമ്മളെ ഈ ഒരു ഭാഗത്ത് മൗണ്ട് ചെയ്യാനായിട്ടുള്ള. പിന്നെ നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ രണ്ട് മൗണ്ടും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് അലങ്കി ബോൾട്ടും കാര്യങ്ങളൊക്കെയാണ് ഈ വന്നിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് എന്തായാലും നമുക്കിത് ഫുൾ അൺബോക്സ് ചെയ്തിട്ട് നമ്മളെ വണ്ടിയിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എങ്ങനെയാണിത് സെറ്റ് ചെയ്തത് കാര്യങ്ങളോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാവേ. അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പ് റാക്കും സാഡിൽ സ്റ്റേയൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ സീറ്റ് ഫസ്റ്റ് റിമൂവ് ചെയ്യണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് മാറ്റി വയ്ക്കാം. അതിനായിട്ട് നമ്മൾ ടൂൾ ബോക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ബേക്ക് സീറ്റ് ഒന്ന് അടിക്കാം കേട്ടോ. ആയിട്ട് പോകാനാട്ടോ. സ്റ്റോക്കെല്ലാം നമ്മൾ കസ്റ്റം ചെയ്ത് വെച്ചിരുന്ന ഈ ഒരു ക്യാരിയർ റിമൂവ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതാരും ചോദിക്കില്ല, ഇത് ആരും സെയിലിന് ഇടുന്നില്ല കേട്ടോ ഈ ഒരു സാധനം. ഇതെന്തായാലും എനിക്ക് ഭാവിയിൽ ആവശ്യം വരും ഈ സാധനം. അപ്പോൾ അതുകൊണ്ട് ആരും ചോദിക്കില്ല. ജസ്റ്റ് നമുക്ക് നല്ല ടൈറ്റാണ് കേട്ടോ. ഗൈസ്. അപ്പോൾ നമ്മളെ കാരിയർ റിമൂവ് ചെയ്തിട്ടുണ്ടോ കേട്ടോ ഇത് ഇരുന്ന അത് പോയപ്പോൾ തന്നെ വണ്ടിയുടെ ബേക്ക് ലുക്ക് നോക്കിയേ ഒരുമാതിരി ശോക അവസ്ഥ. എന്തായാലും നമുക്ക് മറ്റേ രണ്ട് സെറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ ടോപ്പ് റാക്കിൻ്റെ അതുപോലെ തന്നെ സാഡിൽ സ്റ്റേൻ്റെ ക്ലാമ്പാണ് കേട്ടോ. ഈ രണ്ട് സെപ്പറേറ്റ് ആണ് വരുന്നത്. അപ്പോൾ വയ്ക്കാൻ നേരത്ത്
ഈ ലൂവിയയുടെ ബാഡ്ജിങ് ഈ ടോപ്പിൽ വരുന്ന രീതിക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ രണ്ട് സൈഡും ഇതേപോലെ രണ്ട് ക്ലാമ്പ് വരുന്നുണ്ട്. അപ്പോൾ രണ്ട് സൈഡും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഗൈസ്, അപ്പോൾ ഈ കാണുന്ന ഈ ഒരു എക്സ്റ്റൻഷൻ ഈ നമ്മളെ ഈ ടോപ്പ് പ്ലേറ്റ് ഇല്ലേ, ടോപ്പ് പ്ലേറ്റിൻ്റെ ഈ ക്ലാമ്പിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വെച്ചിട്ട് മറ്റേ വെച്ചേടാ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളെ ഈ ട്രയാങ്കിൾ കണക്കിരിക്കുന്ന ഈ ക്ലാമ്പ് കണ്ടോ, ഇതിങ്ങനെ വെച്ച് ആ കറക്റ്റ് ഹോളിൽ സെറ്റ് ചെയ്യണം കേട്ടോ. നമ്മളെ സാഡിൽ സൈഡ് ഒന്ന് പിടിപ്പിക്കാനായിട്ടാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. അതിനായിട്ടാണ് ഈ സെൻറ്ററിൽ നമ്മൾ ആ ഒരു റോഡും കാര്യങ്ങളും കൊടുത്താൽ. അപ്പോൾ എന്തായാലും ഫുള്ള് സെറ്റ് ആക്കിയിട്ടില്ല, ജസ്റ്റ് എല്ലാം ടൈറ്റ് ചെയ്യുന്നുള്ള കേട്ടോ. അല്ലെങ്കിൽ ചെറിയ പണി കിട്ടി. അപ്പോൾ എന്തായാലും അത് ടൈറ്റ് ചെയ്തിട്ട് ഫുള്ള് കാണിച്ചു തരാം. പൈസ അപ്പോൾ നമ്മളെ ടോപ്പ് റാക്കും അതുപോലെ തന്നെ നമ്മളെ സാഡിൽ ചെയിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്ന ഈ സെൻറ്ററിൽ കൂടെ റോഡില്ലേ, അത് ജസ്റ്റ് നമ്മളെ ഇവിടെ നിന്ന് ഓപ്പോസിറ്റ് ഒരു അലങ്കി വെച്ചിട്ട് രണ്ടും കൂടെ ഇങ്ങനെ കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും ടൈറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. വീഡിയോ എടുപ്പും സെറ്റിങ്ങും കൂടെ നടക്കൂല കേട്ടോ, അതാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. സംഭവം വേറെ ഒന്നുമില്ല, ജസ്റ്റ് നമ്മളെ ടോപ്പ് റാക്ക് ഇവിടുത്തെ അലങ്കിയും കാര്യങ്ങൾ ഇവിടെ രണ്ട് അലങ്കി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ രണ്ട് അലങ്കി നമ്മൾ സ്റ്റോക്ക് ഗ്രാബ് പിടിപ്പിക്കുന്ന അലങ്കി വരുന്നുണ്ട്. അവിടെ നിന്ന് ഈ ഒരു എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ രണ്ട് അലങ്കി പിടിപ്പിക്കുക. അവിടെ നേരെ താഴെ വരാൻ നേരത്ത് ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു റോഡ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇവിടെ ഒരു അലങ്കി നീളമുള്ള അലങ്കി ഇട്ട് പിടിപ്പിക്കുക, അപ്പുറം സൈഡും അതേപോലെ അലങ്കി ഇട്ട് പിടിപ്പിക്കുക. അപ്പോൾ എന്തായാലും സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഫൈനലി നമ്മളെ ടോപ്പ് റാക്കും സെറ്റ് ചെയ്ത് അതുപോലെ തന്നെ വണ്ടിയിൽ കുറച്ച് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ എന്തായാലും നമ്മളെ ടോപ്പ് റാക്കും അതുപോലെ തന്നെ സാറ്റിസ്ഫൈയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വണ്ടി മാരക ലുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്ക്, കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയാം. എന്തായാലും കുറച്ച് സിനിമാറ്റിക് ഷോട്ട് ആഡ് ചെയ്യുക. നിങ്ങൾ കണ്ടിട്ട് വണ്ടിയുടെ ലുക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഏതായാലും ഒരു സിനിമാറ്റിക് ഷോട്ട് കണ്ടിട്ടോ. ഓക്കെ. ഷോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും വണ്ടിയുടെ ലുക്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു ബേക്ക് പോർഷൻ ഇല്ലേ, ഈ ഒരു ബേക്കിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സ്റ്റോക്ക് ടൈലിരിക്കുന്നതുകൊണ്ട് കുറച്ച് വൃത്തികേടായിരുന്നു കേട്ടോ. ടൈലിയൊക്കെ വയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ചെളിയൊക്കെ ഇത് വെച്ചിട്ട് തന്നെ മൊത്തം ചെളിയാവേണം. എന്തായാലും അത് റിമൂവ് ആക്കുന്നില്ല. അപ്പോൾ ആ ഒരു പോർഷൻ നൈസായിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ അധികം വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് ഞാൻ ഇടാം എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ എന്തായാലും വണ്ടിയിൽ ഇപ്പോഴത്തെ ലുക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സാധനമൊക്കെ വേണമെങ്കിൽ ലൂവിയയുടെ സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഇതൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മളെ ബാഷ് പ്ലേറ്റിൻ്റെ കാര്യം ചോദിച്ചായിരുന്നു. ബാഷ് പ്ലേറ്റിൽ ലൂവിയയുടെ തന്നെയാണ്. കാരണം രണ്ടും ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ് കേട്ടോ. ലൂവിയയുടെ ഫസ്റ്റ് പ്രോഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ബാഷ് പ്ലേറ്റ്. അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അതുപോലെ തന്നെ നമ്മളെ ടോപ്പ് റാക്കും ആ ഒരു പ്രോഡക്റ്റ്സ് എല്ലാം നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ, നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ് വരുന്നത്. ഞാൻ ഗ്യാരണ്ടി. കാരണം എന്ന് വെച്ചാൽ ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയണം. അപ്പം നിങ്ങൾക്കും ലൂവിയയുടെ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ടോപ്പ് റാക്ക് സാറ്റിസ്ഫൈ. അതിൻ്റെ കൂടെ നമുക്കൊരു പില്ലിയൻ ബാക്ക് റെസ്റ്റ് കൂടെ വരും കേട്ടോ. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഈ സാറ്റിസ്ഫൈ മാത്രമാണെങ്കിൽ അങ്ങനെ മേടിക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും അതുകൂടെ സെറ്റ് ചെയ്താൽ നമ്മളെ പില്ലിയന് കുറച്ചുകൂടെ കംഫർട്ട് ആയിരിക്കും. അതെന്തായാലും പിന്നെ ഒരിക്കൽ നമുക്ക് എന്തായാലും സെറ്റ് ചെയ്യാം. എന്തായാലും നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ തന്നെ ഉള്ളൂ. ഇതിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ സെറ്റ് ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ്. ജസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ കുഞ്ഞു വീഡിയോ ഇത്രയേ തന്നെ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വണ്ടിയിലെ ലുക്ക് ഇഷ്ടപ്പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സാധനം കാര്യങ്ങൾ വേണമെങ്കിൽ ലൂവിയയുടെ സൈറ്റിൽ കയറി അതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്തായാലും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ഗുഡ് ബൈ.